Hi everyone, welcome to Hello Mentors, the ultimate NEET UG counseling series. So ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള UG കൗൺസിലിങ്ങിനെ പറ്റിയാണ്. സോ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസർവേഷൻ പോളിസി, നമ്പർ ഓഫ് കോളേജസ്, നമ്പർ ഓഫ് MBBS കോളേജസ്, നമ്പർ ഓഫ് ഡെന്റൽ കോളേജസ്, അതുപോലെ തന്നെ കൗൺസിലിംഗ് പ്രൊസീജിയർ, അതുപോലെ ഫീസ് സ്ട്രക്ചർ, അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് കേരളത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യം തന്നെ നമ്മൾ കീം ഇങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലേ? സോ കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ എൻട്രൻസ് എക്സാം, അതുകൊണ്ടാണ് കീം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി കീമിന്റെ ലൊക്കേഷൻ വരുന്നത് എവിടെയാണ്? ട്രിവാൻഡ്രത്താണ് വരുന്നത്. ഇനി കീം സംബന്ധമായിട്ടുള്ള എന്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വേണമെങ്കിലും അല്ല ആപ്ലിക്കേഷൻ വേണമെങ്കിലും എല്ലാം നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത്? CEKerala.gov.in ഈ വെബ്സൈറ്റിലാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത്. രജിസ്ട്രേഷൻ ആയിക്കോട്ടെ, ചോയ്സ് ഫില്ലിംഗ് ആയിക്കോട്ടെ, അലോട്ട്മെന്റ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയാലും നിങ്ങൾ CEKerala.gov.in എന്ന വെബ്സൈറ്റിലാണ് പോകേണ്ടത്. ഓക്കെ, നമുക്കറിയാം കൗൺസിലിംഗ് എല്ലാം ഓൺലൈനാണ്. അപ്പോൾ ഓൺലൈൻ ആയിട്ടുള്ള എന്ത് സംബന്ധമായിട്ടുള്ള എന്ത് കാര്യത്തിന് നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റിൽ പോകണം? ഈ വെബ്സൈറ്റിലാണ് പോകേണ്ടത്. റാങ്ക് ലിസ്റ്റ് വരുന്നതും അതുപോലെ പബ്ലിക്കേഷൻ ഓഫ് റിസൾട്ട്സ് വരുന്നതും എല്ലാം എന്തിനാണ്? ഈ വെബ്സൈറ്റിൽ തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് കേരള കൗൺസിലിംഗ് വരുന്ന സമയത്ത് ഏതൊക്കെ തരത്തിലുള്ള കോളേജസ് ആണ് ഉള്ളത് നമുക്ക് നോക്കണം. ഓക്കെ, സോ ഒന്ന് നമുക്ക് ഗവൺമെന്റ് കോളേജസ് ഉണ്ട്, പ്രൈവറ്റ് കോളേജസ് ഉണ്ട്, ഡീം കോളേജസ് ഉണ്ട് ഇല്ലേ? അമൃത, കൊച്ചി നമുക്കൊരു ഡീം കോളേജസ് വരുന്നുണ്ട് കേരളത്തിൽ. ഓക്കെ, ഇനി ഇതിൽ ഏതൊക്കെയാണ് കേരള കൗൺസിലിംഗിലൂടെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 ഗവൺമെന്റ് കോളേജസ് വരുന്നുണ്ട് ഫോർ MBBS. പ്രൈവറ്റ് കോളേജ് വരുന്ന സമയത്ത് 21 പ്രൈവറ്റ് കോളേജസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ BDS വരുന്ന സമയത്ത് 6 ഗവൺമെന്റ് കോളേജും അതുപോലെ തന്നെ 20 പ്രൈവറ്റ് കോളേജുമാണ് വരുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അമൃതയിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ MCC കൗൺസിലിംഗിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്. കേരള സ്റ്റേറ്റ് കൗൺസിലിംഗിൽ എന്ത് വരില്ല? അമൃത വരത്തില്ല. കാരണം അമൃത എന്താണ്? ഒരു ഡീംഡ് കോളേജ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്. എനിക്ക് അമൃത കൊച്ചിയിൽ എന്തെടുക്കണം? അഡ്മിഷൻ എടുക്കണം. അപ്പോൾ എവിടെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്? കേരള സ്റ്റേറ്റ് കൗൺസിലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതിയോ? അല്ല, നിങ്ങൾ എവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം? MCC കൗൺസിലിംഗിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്. എന്തിന്? നിങ്ങൾക്ക് അമൃതയിലാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് കേരള കൗൺസിലിംഗിന്റെ MBBSന്റെ ഫീസ് സ്ട്രക്ചർ നോക്കാം. ഫസ്റ്റ് ഗവൺമെന്റ് കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് വരുന്നത്? ഫീസ് സ്ട്രക്ചർ ഫസ്റ്റ് ഇയർ ട്യൂഷൻ ഫീ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 23,150 രൂപയാണ് ഒരു വർഷത്തെ ഫീസ് സ്ട്രക്ചർ വരുന്നത്. ഇനി അത് പ്രൈവറ്റ് കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് 7 ലക്ഷം മുതൽ 8.66 ലാക്ക് വരെയാണ് നമ്മുടെ ട്യൂഷൻ ഫീ വരുന്നത്. ഇനി പ്രൈവറ്റ് കോളേജിലെ NRI സീറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഒരു വർഷത്തെ ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് 21.65 ലക്ഷം ആണെന്ന് അറിഞ്ഞിരിക്കുക. സോ ഇനി നമുക്ക് കേരള കൗൺസിലിംഗിൽ ആർക്കൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത്, എന്താണ് അവിടുത്തെ എലിജിബിലിറ്റി കണ്ടീഷൻസ് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ബേസിക്കലി നമുക്ക് 3 കാറ്റഗറി ഓഫ് കാൻഡിഡേറ്റ്സ് ആണ് കേരള കൗൺസിലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിലൊന്ന് കേരളൈറ്റ്, നോൺ കേരളൈറ്റ് കാറ്റഗറി 1, നോൺ കേരളൈറ്റ് കാറ്റഗറി 2, ഇങ്ങനെ 3 കാറ്റഗറിയാണ് ബേസിക്കലി ഉള്ളതെന്ന് മനസ്സിലാക്കുക. അതിലാരൊക്കെയാണ് കേരളൈറ്റിൽ വരുന്നത്, കാറ്റഗറി NK1 വരുന്നത്, NK2 വരുന്നത് നമുക്കിനി നോക്കാം. ഓക്കെ, നിങ്ങളൊരു കേരളൈറ്റ് ആകണമെങ്കിൽ ഒന്നെങ്കിൽ കാൻഡിഡേറ്റ് എവിടെ ജനിച്ചിരിക്കണം? കേരളത്തിൽ ജനിച്ചിരിക്കണം. അതല്ലെങ്കിൽ കാൻഡിഡേറ്റിന്റെ എയ്തർ ഓഫ് പാരൻസ് മീൻസ് അച്ഛനോ അമ്മയോ കേരളത്തിൽ ജനിച്ചവരാണെങ്കിൽ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? കേരളൈറ്റ് എന്ന കാറ്റഗറിയിലാണ് വരുന്നത്. ഇനി അതല്ല, നിങ്ങളൊരു ഓൾ ഇന്ത്യ സർവീസ്, നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഓൾ ഇന്ത്യ സർവീസിൽ ഉള്ള ഒരു വ്യക്തിയാണ്, ദെൻ അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? കേരളത്തിലാണ് അവർക്ക് പോസ്റ്റിംഗ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങളും വരുന്നത് എവിടെയാണ്? കേരളൈറ്റ് എന്ന കാറ്റഗറിയിലാണ് വരുന്നത്. ഓക്കെ, ഇതാണ് കേരളൈറ്റ്. അപ്പോൾ കേരളൈറ്റ് എന്ന കാൻഡിഡേറ്റിന് എല്ലാവിധ റിസർവേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലെയിം ചെയ്യാൻ പറ്റും. SC ST OBC എന്ത് റിസർവേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കേരളൈറ്റ് എന്ന കാറ്റഗറിയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നോൺ കേരളൈറ്റ് ആണെങ്കിൽ ആരാണ് നോൺ കേരളൈറ്റ് കാറ്റഗറി 1 വരുന്നത്? കാൻഡിഡേറ്റ് ഹു ഈസ് നോട്ട് ഓഫ് കേരള ഒറിജിൻ, അതായത് നിങ്ങളുടെ അച്ഛനോ അമ്മയോ മലയാളികളല്ല അല്ലെങ്കിൽ കേരളത്തിലല്ല ജനിച്ചത്, മറ്റേതോ സംസ്ഥാനത്തിലുള്ളവരാണ് എങ്കിൽ അങ്ങനെയുള്ള കാറ്റഗറി ഓഫ് കാൻഡിഡേറ്റ്സ് ആണ് ഏതിൽ വരുന്നത്? നോൺ കേരളൈറ്റ് കാറ്റഗറി 1 വരുന്നത്. അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അത് നമ്മൾ അടുത്ത സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നോൺ കേരളൈറ്റ് കാറ്റഗറി 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ഓപ്പൺ ഫോർ ഓൾ. ആർക്ക് വേണമെങ്കിലും, ഇന്ത്യയിലുള്ള ആർക്ക് വേണമെങ്കിലും നമുക്ക് കേരളത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ അവർക്ക്
15% ഓപ്പൺ സീറ്റ്സ് അതായത് നിങ്ങൾ ജനറൽ കാൻഡിഡേറ്റ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത് കേരളത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത്. ഓവറോൾ നമുക്ക് 15% ഓഫ് സീറ്റ്സ് നോൺ കേരളൈറ്റ് കാറ്റഗറി 2 വേണ്ടി റിസർവ്ഡ് ആണെന്നും അറിഞ്ഞിരിക്കാം. ഓക്കെ, നോൺ കേരളൈറ്റ് കാറ്റഗറി 1 ഈ കാറ്റഗറിയിൽ വരാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതിൽ 3-4 കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ് ഹു ഹാവ് ബീൻ പാസ്ഡ് ക്വാളിഫയിങ് എക്സാം ഫ്രം കേരള and ward of non-Keralite belonging to Government of India or Defence Service and is posted in Kerala. അതായത് നിങ്ങളുടെ അച്ഛനോ അമ്മയോ അതേപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സർവീസിൽ ഉള്ള പോലെ തന്നെ ഗവൺമെന്റ് ഓഫ് കേരളയിൽ നിങ്ങളുടെ പാരന്റ് ആരെങ്കിലും സർവീസിലുണ്ടെങ്കിൽ ദെൻ നിങ്ങളുടെ മക്കൾ കാൻഡിഡേറ്റ് 11th ഉം 12th ഉം കേരളത്തിൽ നിന്ന് പഠിച്ച് പാസ്സായിട്ടുണ്ടെങ്കിൽ അവർക്കും ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? NK1 എന്ന കാറ്റഗറിയിലാണ് വരുന്നത്. പക്ഷേ ഇവിടെ മിനിമം 2 years ഓഫ് സർവീസ് നിർബന്ധമാണ്. മിനിമം 2 year എങ്കിലും വേണം എന്നുള്ളതും ഇവിടെ നോക്കണം. ഓക്കെ, അതുപോലെ തന്നെ കേരളത്തിലെ ഒരു റെസിഡന്റ് അല്ല, കാൻഡിഡേറ്റ് ഒരു റെസിഡന്റ് അല്ല, പക്ഷേ നിങ്ങൾ 5 വർഷം കണ്ടിന്യൂസ്ലി നിങ്ങളിവിടെ താമസിച്ചിട്ടുണ്ടെങ്കിൽ വിത്തിൻ 12 years 1 മുതൽ 12 ക്ലാസ് വരെയുള്ള ആ ഒരു എഡ്യൂക്കേഷൻ കാലഘട്ടത്തിൽ 5 വർഷം നിങ്ങൾ കേരളത്തിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും NK1 എന്ന കാറ്റഗറിയിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതൊന്നുമില്ല, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കാലഘട്ടം നിങ്ങൾ കേരളത്തിലാണ് പഠിച്ചതെങ്കിൽ നിങ്ങൾക്കും NK1 എന്ന കാറ്റഗറിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NK1 എന്ന കാറ്റഗറിയിൽ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് റിസർവേഷൻസോ മൈനോറിറ്റീസോ ഒന്നും തന്നെ ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളൊരു ജനറൽ കാൻഡിഡേറ്റ്, ഇപ്പോൾ കേരളത്തിൽ പറയുകയാണെങ്കിൽ SM എന്ന കാറ്റഗറിയാണ് ജനറൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ SM എന്ന കാറ്റഗറിയിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അലോട്ട്മെന്റ് നടക്കുക എന്നും കൂടെ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഫീ കൺസെഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഫീ കൺസെഷൻ കാര്യങ്ങളിലൊന്നും നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടാകില്ല എന്നും കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇതാണ് നോൺ കേരളൈറ്റ് കാറ്റഗറി 1. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലുള്ള റിസർവേഷൻസ് എന്തൊക്കെയാണെന്നാണ്. ഏത് കൗൺസിലിംഗ് എടുത്താലും ഒരു സർട്ടൈൻ റിസർവേഷൻ അവിടെ ഇപ്പോൾ കർണാടക കൗൺസിലിംഗ് എടുത്താലും കേരള കൗൺസിലിംഗ് എടുത്താലും MCC കൗൺസിലിംഗ് എടുത്താലും ഏത് കൗൺസിലിംഗ് എടുത്താലും സർട്ടൈൻ % ഓഫ് സീറ്റ്സ് റിസർവ്ഡ് സീറ്റ്സ് ആയിരിക്കും. അങ്ങനെ കേരളത്തിലുള്ള റിസർവേഷൻസ് എന്തൊക്കെയാണെന്നാണ് നമുക്കിനി നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ MCCയിൽ വരുന്ന സമയത്ത് നമുക്ക് EWS കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, എക്കണോമിക്കലി വീക്കർ സെഷൻ. നിങ്ങളൊരു ജനറൽ കാൻഡിഡേറ്റ് ആണ്, നിങ്ങളുടെ ഫാമിലി ആനുവൽ ഇൻകം ബിലോ 8 lakhs ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വിൽ കം അണ്ടർ EWS. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 10% റിസർവേഷൻ EWS കാറ്റഗറിയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് SCBC എന്ന് പറയും. SCBC ബേസിക്കലി വരുന്നത് OBC കാറ്റഗറിയിൽ വരുന്നവരാണ് SCBC എന്ന് പറയുന്നത്. സ്റ്റേറ്റിൽ വരുമ്പോൾ SCBC എന്ന് പറയും, സെൻട്രലിൽ വരുമ്പോൾ OBC എന്ന് പറയും. ഓക്കെ, സോ ഇതിൽ OBC കാറ്റഗറി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. SCBC കാറ്റഗറിയിൽ നമുക്ക് 30% സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. ആ SCBCയിൽ തന്നെ നമുക്ക് എന്തുണ്ട്? സബ് കാറ്റഗറീസ് ഉണ്ട് അല്ലേ? ഈഴവ EZ 9% ഈഴവ കാൻഡിഡേറ്റ്സിന് റിസർവ് ചെയ്തിട്ടുള്ളത്. ദെൻ മുസ്ലിം 8%, അതർ ബാക്ക്വേർഡ് ഹിന്ദു 3%, ലാറ്റിൻ കത്തോലിക് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ 3%, ധീവര ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് 2%, വിശ്വകർമ്മ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് 2%, ദെൻ കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് 1%, അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 1%, കുടുംബി 1%. ഓക്കെ, ഇത്രയുമാണ് SCBCയിൽ വരുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി അതല്ലാതെ തന്നെ നമുക്ക് എന്തുണ്ട്? ഷെഡ്യൂൾ കാസ്റ്റും ഷെഡ്യൂൾ ട്രൈബിനും ഉണ്ട്. ഷെഡ്യൂൾ കാസ്റ്റിന് എത്രയാണ്? 8%, ST 2%. ഓക്കെ, സോ SCBC SC ST ഇതെല്ലാം കൂടെ കൂടുമ്പോൾ എത്ര? EWSും കൂടുമ്പോൾ എത്രയായി? 50% ആയി അല്ലേ? ബാക്കിയുള്ള 50% നമുക്ക് എവിടെ വരുന്നത്? സ്റ്റേറ്റ് മെറിറ്റ് അഥവാ അൺറിസർവ്ഡ് കാറ്റഗറിയിലേക്ക് വരുന്നതെന്ന് മനസ്സിലാക്കുക. ഇതുപോലെ തന്നെ നമുക്കിനി ഈ പറഞ്ഞ റിസർവേഷൻസ് കൂടാതെ തന്നെ മറ്റ് സ്പെഷ്യൽ റിസർവേഷൻസ് കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതിലൊന്നാണ് PD, പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റി. ഓക്കെ, അവർക്ക് 5% റിസർവേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അത് ഹൊറിസോണ്ടൽ റിസർവേഷൻ ആണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ മറ്റു റിസർവേഷൻസ് ഏതൊക്കെയാണ്? എക്സ് സർവീസ്മെൻ കോട്ട, ദെൻ DK ഡിപ്പെൻഡന്റ് ഓഫ് ജവാൻ കിൽഡ് ഇൻ ആക്ഷൻ, ദെൻ സർവീസ് ഡിഫൻസ് പേഴ്സണൽ, CAPF, ജൂയിഷ് കോട്ട, ഇങ്ങനെ ഒരു കുറച്ച് കാറ്റഗറീസ് കൂടെ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. സോ ഈ പറഞ്ഞ കാറ്റഗറിക്ക് ഒരു സെപ്പറേറ്റ് പെർസെൻറ്റേജ് ഓഫ് റിസർവേഷൻ അല്ല, നമ്പർ ഓഫ് സീറ്റ്സ് ആണ് റിസർവ് ചെയ്തിരിക്കുന്നത് എന്നും കൂടെ അറിഞ്ഞിരിക്കുക. അത് ഓരോ വർഷത്തെ സീറ്റ് മെട്രിക്സ് അനുസരിച്ചുകൊണ്ട് ഇത്ര നമ്പർ ഓഫ് സീറ്റ്സ്, ഇത്ര പെർസെൻറ്റേജ് അല്ല, ഇത്ര നമ്പർ ഓഫ് സീറ്റ്സ് ഈ ഓരോ കാറ്റഗറിക്കും വേണ്ടി റിസർവ് ചെയ്തിട്ടുണ്ട് എന്നും കൂടെ അറിഞ്ഞിരിക്കുക.
ഓക്കെ, സോ ഇതാണ് കംപ്ലീറ്റ്ലി ഓവറോൾ റിസർവേഷൻ പാർട്ട്. ഇനി ഇത് കൂടാതെ തന്നെ നമുക്ക് പ്രൈവറ്റ് കോളേജിൽ വരുന്ന സമയത്ത് മൈനോറിറ്റി കോളേജസ് ഉണ്ട്. പ്രൈവറ്റ് കോളേജ് മൈനോറിറ്റിയിൽ വരുന്നത് പ്രൈവറ്റ് കോളേജ് മാത്രമേ മൈനോറിറ്റിയിൽ വരത്തുള്ളൂ. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് മൈനോറിറ്റി കോളേജ് ആണെങ്കിൽ രണ്ട് തരത്തിലുള്ള മൈനോറിറ്റിയാണ് നമുക്കുള്ളത്. ഒന്ന് ക്രിസ്ത്യൻ മൈനോറിറ്റിയും അതുപോലെ തന്നെ മുസ്ലിം മൈനോറിറ്റി. ബേസിക്കലി റിലീജിയസ് മൈനോറിറ്റി ആണ്. റിലീജിയസ് മൈനോറിറ്റിയിൽ തന്നെ നമുക്ക് ക്രിസ്ത്യൻ മൈനോറിറ്റി, മുസ്ലിം മൈനോറിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി ഒരു ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ജൂബിലി, അമല, ഇതൊക്കെ എന്തൊക്കെയാണ്? ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജ് ആണ്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു കാറ്റഗറി കൂടെ വരും. അതാണ് AC, ഓൾ ക്രിസ്ത്യൻ മൈനോറിറ്റി. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? AC എന്ന കാറ്റഗറിയും കൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ ട്രാവൻകൂർ മെഡിക്കൽ കോളേജ്, അതുപോലെ CCI എന്നൊക്കെ പറയുന്നത് മുസ്ലിം മൈനോറിറ്റി കോളേജാണ്. അപ്പോൾ മുസ്ലിം മൈനോറിറ്റി കോളേജിൽ വരുമ്പോൾ മുസ്ലിം കാൻഡിഡേറ്റ്സിന് അഡീഷണൽ റിസർവേഷൻ വരും. അതാണ് MM, മുസ്ലിം മൈനോറിറ്റി. അപ്പോൾ ഈ പറഞ്ഞ റിസർവേഷൻ എന്തിലേ വരത്തുള്ളൂ? പ്രൈവറ്റ് കോളേജിലേ വരുള്ളൂ എന്നും കൂടെ മനസ്സിലാക്കുക. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള EWSും അതുപോലെ SC, BC, SC, ST ഒക്കെ എന്താണ്? അത് ഗവൺമെന്റിന്റെ റിസർവേഷൻസ് ആണ്. അത് പ്യുവർ ഗവൺമെന്റ് കോളേജിലും വരും, അതുപോലെ തന്നെ പ്രൈവറ്റ് കോളേജിലെ ഗവൺമെന്റ് സീറ്റിലും ഇത് ആപ്ലിക്കബിൾ ആണെന്ന് മനസ്സിലാക്കുക. മൈനോറിറ്റിയിലേക്ക് വരുന്ന സമയത്ത് പ്രൈവറ്റ് കോളേജിലെ കറസ്പോണ്ടിങ് ടു ദാറ്റ് മൈനോറിറ്റി, ഏത് മൈനോറിറ്റി ആണോ ആ കോളേജ്, അതിനനുസരിച്ച് കൊണ്ടുള്ള AC അല്ലെങ്കിൽ MM റിസർവേഷൻ ആപ്ലിക്കബിൾ ആണെന്ന് കൂടെ അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് കേരളത്തിലെ കോളേജുകളുടെ സീറ്റ് എങ്ങനെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ റിസർവേഷനെ പറ്റിയാണ് സംസാരിച്ചത്. ഇനി ഓരോ കോളേജിലെയും സീറ്റ് എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് നമ്മുടെ ഗവൺമെന്റ് കോളേജസ്. ഓക്കെ, ഗവൺമെന്റ് കോളേജിൽ നമുക്കറിയാം 15% AIQ സീറ്റാണ്. അത് NCC കൗൺസിലിംഗിലേക്ക് പോയിട്ടുണ്ട്. ബാക്കിയുള്ള 85% വരുന്നത് എവിടെയാണ്? സ്റ്റേറ്റ് കൗൺസിലിംഗിലൂടെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളൊരു ഗവൺമെന്റ് സീറ്റിലേക്കാണ്, ഗവൺമെന്റ് കോളേജിലേക്കാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെങ്കിൽ 85%, ടോട്ടൽ 100%, 85% എവിടെയുണ്ട്? സ്റ്റേറ്റ് കൗൺസിലിംഗിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു പ്രൈവറ്റ് കോളേജിലേക്കാണ് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെങ്കിൽ പ്രൈവറ്റ് കോളേജിലെ സീറ്റുകൾ എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ പ്രൈവറ്റ് കോളേജിൽ നമുക്ക് ബേസിക്കലി ഗവൺമെന്റ് സീറ്റ്സ് ഉണ്ട്, അതായത് പ്രൈവറ്റ് ഗവൺമെന്റ് സീറ്റ് ഉണ്ട്, ഇതൊരു ബൈഫർക്കേഷൻ ആണ്. അതുപോലെ തന്നെ മൈനോറിറ്റി സീറ്റ് ഉണ്ട്, NRI സീറ്റ് ഉണ്ട്, അതുപോലെ തന്നെ AM, ഓപ്പൺ കോട്ട, അതായത് ഓൾ ഇന്ത്യ മെറിറ്റ്. ഓക്കെ, അതായത് NK2 എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ടല്ലോ, അത് വരുന്നത് എവിടെയാണ്? ഓൾ ഇന്ത്യ മെറിറ്റിലേക്കാണ് വരുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു പ്രൈവറ്റ് കോളേജിൽ നമുക്ക് പ്രൈവറ്റ് ഗവൺമെന്റ് സീറ്റ് ഉണ്ട്, അതുപോലെ തന്നെ NRI സീറ്റ് ഉണ്ട്, ഓൾ ഇന്ത്യ മെറിറ്റ് സീറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അതൊരു മൈനോറിറ്റി കോളേജ് ആണെങ്കിൽ, ഏതർ ക്രിസ്ത്യൻ മൈനോറിറ്റി അല്ലെങ്കിൽ മുസ്ലിം മൈനോറിറ്റി, അങ്ങനെ ഒരു മൈനോറിറ്റി കോളേജ് ആണെങ്കിൽ ടോട്ടൽ സീറ്റിന്റെ 50% വരെ എന്താണ്? മൈനോറിറ്റി സീറ്റുകൾ കൊടുക്കാനും സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി NRI സീറ്റ് ആണെങ്കിലോ അപ് ടു 15% ഓഫ് ടോട്ടൽ സീറ്റ്സ്, 15% വരെ NRI സീറ്റും കൊടുക്കാം. ഇനി NRIയിൽ തന്നെ നമുക്ക് എന്തുണ്ട്? നോർമൽ NRI ഉണ്ട്, ദെൻ മൈനോറിറ്റി NRI ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതായത് മൈനോറിറ്റി കോളേജ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്രിസ്ത്യൻ മൈനോറിറ്റി ആണെന്ന് വിചാരിച്ചു. ആ ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജിൽ തന്നെ നമുക്ക് അണ്ടർ NRI നമുക്ക് ക്രിസ്ത്യൻ NRI എന്നൊരു കോട്ടയും കൂടെ ഉണ്ട്, അതായത് NC എന്ന് പറയും. അപ്പം നിങ്ങൾ കട്ട് ഓഫ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, NR എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. NR എന്ന് പറയുന്നത് എന്താണ്? പ്യുവർ NRI അഥവാ നോർമൽ NRI ആണ്. ഇനി NC എന്ന് പറഞ്ഞൊരു കാറ്റഗറിയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതെന്താണ്? ക്രിസ്ത്യൻ NRI ആണ്. അതായത് കേരളത്തിലുള്ള ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജിലെ NRI സീറ്റിൽ കൊടുത്തിട്ടുള്ള മൈനോറിറ്റി സീറ്റാണ് NC എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, NC. ഓക്കെ, ഇനി അത് NM എന്നാണെങ്കിൽ കേരളത്തിലുള്ള മുസ്ലിം മൈനോറിറ്റി കോളേജിൽ കൊടുത്തിട്ടുള്ള മൈനോറിറ്റി NRI മൈനോറിറ്റി സീറ്റാണ് NM എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് തന്നെ NRI സീറ്റ് തന്നെ നോർമൽ NRI ഉണ്ട്, മൈനോറിറ്റി NRI ഉണ്ട്, അതൊരു മൈനോറിറ്റി കോളേജ് ആണെങ്കിൽ. ഇല്ലെങ്കിൽ അത് നോർമൽ NRI തന്നെ അവിടെ കൊടുക്കുകയുള്ളൂ, അതേ ഉള്ളൂ അവിടെ. ഓക്കെ, അതുപോലെ തന്നെ ബാക്കിയുള്ള എത്രയാണ്? 15% ഓൾ ഇന്ത്യ മെറിറ്റിലും കൊടുക്കുന്നുണ്ട് ഓപ്പൺ സീറ്റ്. AM ഇർറെസ്പെക്റ്റീവ് ഓഫ് ഡൊമസൈൽ, ഇന്ത്യയിലുള്ള ഏത് സംസ്ഥാനത്തുള്ള ഏത് കാൻഡിഡേറ്റ് വേണമെങ്കിലും ഈ 15% സീറ്റുകളിലേക്ക് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് പ്രൈവറ്റ് കോളേജിലെ സീറ്റ് ബൈഫർക്കേഷൻ വരുന്നത് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് കേരളത്തിലെ കൗൺസിലിംഗ് പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് നോക്കാം.
ഓക്കെ, ഏതൊരു കൗൺസിലിംഗ് എടുത്താലും അതിന് സെപ്പറേറ്റ് കൗൺസിലിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. സോ കേരളത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഏത് കൗൺസിലിംഗ് ആണെങ്കിലും ഫസ്റ്റ് എന്തായിരിക്കും? രജിസ്ട്രേഷൻ ആയിരിക്കും. ഇവിടെയും രജിസ്ട്രേഷൻ ചെയ്യണം. ഒരു സർട്ടൻ രജിസ്ട്രേഷൻ ഫീ പേയ്മെൻറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? അപ്ലോഡ് ചെയ്യണം. സോ ഓൺലൈൻ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്തു, നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യും? ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്തിട്ട് എല്ലാ ഡോക്യുമെൻറ്റ്സും ക്ലിയർ ആണോ എന്നെല്ലാം നോക്കും. ഓക്കെ, എന്നിട്ട് എല്ലാ ഡോക്യുമെൻറ്റ്സും ക്ലിയർ ആണെങ്കിൽ നിങ്ങളുടെ പേര് എന്തുണ്ടാവും? സ്റ്റേറ്റ് മെറിറ്റ് ലിസ്റ്റിൽ ഉണ്ടാകും. ഓക്കെ, ഇനി ഏതെങ്കിലും അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിലായിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ വരും. അതിനനുസരിച്ച് ഏത് ഡോക്യുമെൻറ്റിലാണ് എറർ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു അവസരം കൂടെ തരുന്നതായിരിക്കും. അതിനുശേഷം എല്ലാ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു? സ്റ്റേറ്റ് മെറിറ്റ് ലിസ്റ്റ് റിലീസ് ചെയ്യും. ആ മെറിറ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൗൺസിലിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അതിലില്ല എങ്കിൽ നിങ്ങൾക്ക് പിന്നെ മറ്റൊരു അവസരം കിട്ടില്ല എന്നും കൂടെ അറിഞ്ഞിരിക്കാം. ദെൻ ഇതിന് ശേഷം രണ്ടാമത് വരുന്ന പ്രോസസ്സാണ് എന്ത്? ചോയ്സ് ഫില്ലിംഗ് എന്ന് പറയുന്നത്. സോ ചോയ്സ് ഫില്ലിംഗ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ കോളേജിലാണ് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്, അതിന്റെ പ്രയോറിറ്റി ഓർഡറിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 1, 2, 3, 4 നിങ്ങൾ എന്ത് ചെയ്യണം? ചോയ്സസ് ഫില്ല് ചെയ്യണം, കോളേജസ് ഫില്ല് ചെയ്യണം. അതാണ് ചോയ്സ് ഫില്ലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ചോയ്സസ് ഫില്ല് ചെയ്തു, റൗണ്ട് 1 ഫില്ല് ചെയ്തു. അതിനുശേഷം എന്ത് വരുന്നു? അലോട്ട്മെന്റ് വരും. ദെൻ ഡിപ്പെൻഡ്സ് ഓൺ ദ അലോട്ട്മെന്റ് അടുത്ത് എന്തൊക്കെയാണ് പ്രൊസീജിയർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. സോ ഇവിടെ നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഓരോ റൗണ്ടും? യൂഷ്വലി നമുക്ക് 4 റൗണ്ട്സ് ഓഫ് കൗൺസിലിംഗ് ആണ് പൊതുവെ ഉണ്ടാവാറ്. 4 കഴിഞ്ഞിട്ട് ഇനി ഏതെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള സീറ്റുകൾ വേക്കൻ്റ് ആണെങ്കിൽ ചിലപ്പോൾ റൗണ്ട് 5ഉം റൗണ്ട് 6 ഒക്കെ നടക്കാറുണ്ട്. പക്ഷേ യൂഷ്വലി 4 റൗണ്ട്സ് ഓഫ് കൗൺസിലിംഗ് ആണ് യൂഷ്വലി ഉണ്ടാകാറുള്ളത് എന്നും കൂടെ അറിഞ്ഞിരിക്കാം. ഇനി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം റൗണ്ട് 1 ചോയ്സ് ഫില്ലിംഗ് കഴിഞ്ഞു, റിസൾട്ട് വന്നു. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടും, അല്ലെങ്കിൽ അലോട്ട്മെന്റ് കിട്ടത്തില്ല. അലോട്ട്മെന്റ് കിട്ടിയില്ല എങ്കിൽ എന്ത് ചെയ്യണം? വെയിറ്റ് ഫോർ റൗണ്ട് 2, വേറെ ഓപ്ഷൻ ഇല്ല. ഓക്കെ, അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ അലോട്ട്മെന്റ് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കോളേജിൽ പോയി റിപ്പോർട്ട് ചെയ്യാം, അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്യാം, ഡൺ. ഓക്കെ, ഇനി അലോട്ട്മെന്റ് കിട്ടി, എനിക്ക് ആ കോളേജ് ഓക്കെ ആണ്, എന്നാൽ എനിക്ക് ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു കോളേജിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, ട്രൈ ചെയ്യണം റൗണ്ട് 2-ൽ, അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്ഗ്രഡേഷന് പോകാം. ഓക്കെ, അതായത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണം, അവിടുത്തെ ഫീ പേയ്മെന്റ് ചെയ്യണം, എന്നിട്ട് നിങ്ങൾ ആ കോളേജിൽ ഇൻഫോം ചെയ്യണം, എനിക്ക് എന്ത് ചെയ്യണം? റൗണ്ട് 2-ലേക്ക് അപ്ഗ്രഡേഷന് പോകാൻ താല്പര്യമുണ്ട് എന്നവിടെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഫോർ റൗണ്ട് 2. ഓക്കെ, ഇനി നമുക്ക് MCC കൗൺസിലിംഗ് നോക്കുന്ന സമയത്ത് റൗണ്ട് 1-ൽ അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫ്രീ എക്സിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കേരള കൗൺസിലിംഗ് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫ്രീ എക്സിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, സോ റൗണ്ട് 1-ൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രഡേഷന് പോവാം. ഫ്രീ എക്സിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല. ഫ്രീ എക്സിറ്റ് എടുക്കാൻ നിങ്ങൾക്ക്, പക്ഷേ നിങ്ങൾക്ക് റൗണ്ട് 2-ൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നും കൂടെ അറിഞ്ഞിരിക്കാം. ഫ്രീ എക്സിറ്റ് എടുത്തോളൂ, കുഴപ്പമില്ല. ബട്ട് നിങ്ങൾക്ക് റൗണ്ട് 2-ൽ പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കില്ല. റൗണ്ട് 3-ലാണ് പിന്നെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇതാണ് കേരള കൗൺസിലിന്റെ റൗണ്ട് വൈസ് ഉള്ള റൗണ്ട് 1 റൂൾ. റൗണ്ട് 2-ലേക്ക് വരുന്ന സമയത്ത് ആർക്കൊക്കെയാണ് ഇനി റൗണ്ട് 2-ലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത്? സീറ്റ് അലോട്ട്മെന്റ് വന്നിട്ടില്ല. റൗണ്ട് 1 ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു, സീറ്റ് അലോട്ട്മെന്റ് ആയില്ല. സോ നോട്ട് അലോട്ടഡ് കാൻഡിഡേറ്റ്സ് അവർ റൗണ്ട് 2-ലേക്ക് വരും. പിന്നെ അപ്ഗ്രഡേഷൻ കൊടുത്തൊരു കാൻഡിഡേറ്റ്സ് ഉണ്ടല്ലോ, അപ്ഗ്രഡേഷൻ കൊടുത്ത കാൻഡിഡേറ്റ്സും റൗണ്ട് 2-ലേക്ക് വരും. ഓക്കെ, ഇനി MCCനെ നോക്കുന്ന സമയത്ത് എല്ലാ റൗണ്ടിലും നമുക്ക് ഫ്രഷ് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു അല്ലേ? റൗണ്ട് 1 ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല, റൗണ്ട് 2-ലേക്ക് എന്ത് ചെയ്യാം? എനിക്ക് ഫ്രഷ്ലി രജിസ്റ്റർ ചെയ്തുകൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് റൗണ്ട് 2-ലേക്ക് നമുക്ക് ഫ്രഷ് രജിസ്ട്രേഷൻ സാധ്യമല്ല. നിങ്ങൾക്ക് റൗണ്ട് 1-ലേക്കും റൗണ്ട് 2-നും ചേർന്ന് ഒറ്റ രജിസ്ട്രേഷൻ ആണുള്ളൂ. നിങ്ങൾ റൗണ്ട് 1-ൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ റൗണ്ട് 2 നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നും കൂടെ അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പോൾ നോട്ട് അലോട്ടഡ് കാൻഡിഡേറ്റ്സും അതുപോലെ തന്നെ അപ്ഗ്രഡേഷൻ കൊടുത്ത കാൻഡിഡേറ്റ്സും മാത്രമാണ് റൗണ്ട് 2-ലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. റൗണ്ട് 2-ലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ അപ്ഗ്രഡേഷൻ കൊടുത്തു, അല്ലെങ്കിൽ അലോട്ട്മെന്റ് വന്നിട്ടില്ല, നിങ്ങൾ റൗണ്ട് 1-ൽ എന്തൊക്കെയാണോ ഫില്ല് ചെയ്തിട്ടുള്ളത് ആ കോളേജസ് എല്ലാം എന്ത് ചെയ്യുന്നു? റൗണ്ട് 2-ലേക്കും അത് ക്യാരി ഫോർവേഡ് ചെയ്യും. ഓക്കെ, നിങ്ങൾ ഫില്ല് ചെയ്തിട്ടുള്ള ചോയ്സസ് എല്ലാം കോളേജ് ലിസ്റ്റ് അതേപടി റൗണ്ട് 2-ലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് ചോയ്സ് കൺഫർമേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ ചോയ്സ് കൺഫേം ചെയ്തിരിക്കണം, നിർബന്ധമായും ചെയ്തിരിക്കണം.
ആ കൺഫർമേഷൻ കൊടുത്തിട്ടില്ല എങ്കിൽ റൗണ്ട് 2ലേക്ക് നിങ്ങളെ കൺസിഡർ ചെയ്യില്ല എന്നും കൂടെ അറിഞ്ഞിരിക്കുക. ഇനി റൗണ്ട് 2ൽ നിങ്ങൾക്ക് ഒരു സീറ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ സെയിം നമുക്ക് റൗണ്ട് 1 പോലെ തന്നെ നമുക്കിനിപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയ കോളേജ് നമുക്ക് ഇഷ്ടപ്പെട്ടു, ഓക്കെ, കുഴപ്പമില്ല, അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ്ലി പോയിട്ട് റിപ്പോർട്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കാം. ഇനി മുന്നേ പറഞ്ഞ പോലെ തന്നെ റൗണ്ട് 1 പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഈ കോളേജ് ഓക്കെ ആണ്, കുഴപ്പമില്ല, പാതി സാറ്റിസ്ഫൈഡ് ആണ്, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് അപ്ഗ്രഡേഷൻ പോവാം ഫ്രം റൗണ്ട് 2 ടു റൗണ്ട് 3. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അലോട്ട്മെന്റ് കിട്ടിയ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുക, എന്നിട്ട് അവിടെ നമുക്ക് ഇൻഫോം ചെയ്യണം എന്ത്, ദാറ്റ് യു ആർ ഗോയിങ് ഫോർ അപ്ഗ്രഡേഷൻ. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റൗണ്ട് 2ലെ സീറ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, റൗണ്ട് 3ലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെയും അപ്ഗ്രഡേഷൻ ഓപ്ഷൻ ഉണ്ടെന്ന് മാത്രം അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി റൗണ്ട് 2ൽ അലോട്ട്മെന്റ് വന്നു, നമ്മൾ സീറ്റ് എടുത്തില്ല എന്ന് വിചാരിച്ചോ, എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റൗണ്ട് 3ലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. റൗണ്ട് 1ൽ നമുക്ക് സീറ്റ് എടുത്തിട്ടില്ല എങ്കിൽ റൗണ്ട് 3ലേക്ക് നമുക്ക് ഡയറക്റ്റ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. റൗണ്ട് 2 മാത്രമേ പറ്റാത്തുണ്ടായിരുന്നുള്ളൂ അല്ലേ. ഇവിടെ നമുക്ക് അതുപോലെ തന്നെ റൗണ്ട് 2 നമുക്ക് എക്സിറ്റ് എടുത്താലും കുഴപ്പമില്ല, നമുക്ക് റൗണ്ട് 3 പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും എന്നും കൂടെ അറിഞ്ഞിരിക്കുക, അലോട്ട്മെന്റ് കിട്ടിയിട്ട് എടുത്തിട്ടില്ല എങ്കിൽ. ഓക്കെ, സോ ഇതാണ് റൗണ്ട് 2ന്റെ റൂൾസ് എന്ന് അറിഞ്ഞിരിക്കുക. ഇതേപോലെ തന്നെയാണ് ഇനി മോപ്പപ്പിലേക്ക് വരുമ്പോഴും ആരൊക്കെയാണ് മോപ്പപ്പിലേക്ക് ഇനി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, റൗണ്ട് 2 വരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, അലോട്ട്മെന്റ് വരാത്ത കാൻഡിഡേറ്റ്സ് വരും, അതുപോലെ തന്നെ റൗണ്ട് 2ന്ന് അപ്ഗ്രഡേഷൻ പോയിട്ടുള്ള കാൻഡിഡേറ്റ്സ് വരും, അതുപോലെ തന്നെ റൗണ്ട് 1ൽ ഫ്രീ എക്സിറ്റ് എടുത്ത കാൻഡിഡേറ്റ്സും റൗണ്ട് 2ന്ന് എക്സിറ്റ് എടുത്ത കാൻഡിഡേറ്റ്സും അതുപോലെ തന്നെ ന്യൂലി എലിജിബിൾ കാൻഡിഡേറ്റ്സും കൂടെ റൗണ്ട് 3ലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്നും അറിഞ്ഞിരിക്കുക. റൗണ്ട് 3നെ നമ്മൾ മോപ്പപ്പ് റൗണ്ട് എന്നാണ് പൊതുവെ വിളിക്കുന്നത്. ഓക്കെ, ഇനി മോപ്പപ്പിൽ നമുക്കൊരു അലോട്ട്മെന്റ് കിട്ടിയുള്ള റൂൾസ് എന്താണ്, ഒന്നെങ്കിൽ നമുക്ക് സീറ്റ് എടുത്തിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്താണ്, ഔട്ട് ഓഫ് കൗൺസിലിംഗ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇവിടെ എക്സിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, പക്ഷേ പിന്നെ നമുക്ക് ഫർദർ മറ്റ് റൗണ്ടുകളിലേക്ക് റൗണ്ട് 4ലേക്ക് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നും കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി റൗണ്ട് 4 ഇതുപോലെ തന്നെയാണ്, റൗണ്ട് 3ന്റെ റൂൾസ് തന്നെയാണ് റൗണ്ട് 4ലേക്കും വരുന്നത്. അലോട്ട്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടും സീറ്റ് എടുത്തിരിക്കണം, ഇല്ലെങ്കിൽ ഔട്ട് ഓഫ് കൗൺസിലിംഗ് ആണ്. ഇതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു സെക്യൂർ ഡിപ്പോസിറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഈ സെക്യൂർ ഡിപ്പോസിറ്റ് നമ്മൾ അലോട്ട്മെന്റ് കിട്ടിയിട്ട് നമ്മൾ സീറ്റ് എടുത്തിട്ടില്ല എങ്കിൽ നമ്മുടെ സെക്യൂർ ഡിപ്പോസിറ്റും ഫോർഫെയ്റ്റ് ആകും എന്ന് അറിഞ്ഞിരിക്കുക. സോ ഇത്രയുമാണ് കേരള കൗൺസിലിംഗിന്റെ ഒരു ഓവറോൾ ഐഡിയ. സോ നമുക്ക് കൗൺസിലിംഗ് പ്രൊസീജിയറിലേക്ക് വരുന്ന സമയത്ത് ഇത് നമുക്കൊരു ബേസിക് ഐഡിയ മാത്രമേ ആയിട്ടുള്ളൂ. സോ നമ്മൾ ഇൻഡെപ്ത് നമ്മൾ പോകുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് ഇനിയും അറിയാനുണ്ട്. സോ നമുക്കൊരു ഷോർട്ട് വീഡിയോയിൽ നമുക്ക് ഇതെല്ലാം ഉൾപ്പെടുത്താൻ സാധിക്കില്ല. സോ അതുകൊണ്ട് തന്നെ കേരള കൗൺസിലിംഗ് സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. നമ്മുടെ സീനിയർ മെൻറ്റേഴ്സുമായിട്ട് നിങ്ങൾക്ക് ഒരു സെഷൻ എടുക്കാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനുള്ളത്. സോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.